നമസ്കാരം ഷൈച്ചേട്ടാ. ഷൈച്ചേട്ടാ, ഞാൻ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഷൈച്ചേട്ടനെ വിളിക്കുമ്പോൾ ഷൈച്ചേട്ടൻ ഏതെങ്കിലും കമ്പനിയുടെ ഓഫീസിൽ മീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് ടീമായിട്ട് മീറ്റിങ്ങിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് എന്തിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആണെന്ന് ഒരു ദിവസം ചോദിച്ചാൽ പറയണ്ടായി, ഈ കമ്പനിയിലേക്ക് ഇൻഡെപ്തായിട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവർക്കൊരു അടിത്തറയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാണ്. അപ്പം ഇതിനെ റിലേറ്റ് ചെയ്ത് തന്നെ ഒരു വ്യക്തി, ഷൈച്ചേട്ടനുമായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തി, അസോസിയേറ്റ് ചെയ്ത വ്യക്തി ഞങ്ങളുടെ അടുത്ത് പറയണ്ടായി, ഷൈച്ചേട്ടൻ വന്നതിന് ശേഷമാണ് എക്സ്പെൻസ് കുറച്ച് പ്രോഫിറ്റ് ഇത്രയും ഉണ്ടാക്കാൻ പറ്റും, ഈ ഒരു 30 വർഷമായിട്ടുള്ള കമ്പനിയിൽ പോലും ഇതിങ്ങനെയാണെന്നുള്ളൊരു സിസ്റ്റം മനസ്സിലായത് ഷൈച്ചേട്ടൻ വന്നതിന് ശേഷമാണെന്ന് മനസ്സിലായി. എന്താണ് ഷൈച്ചേട്ടൻ അവിടെ പോയിട്ട് ചെയ്യുന്ന ഒരു മാജിക്? അങ്ങനെയൊന്നുമില്ല, അത് മാജിക് ഒന്നുമല്ല. ഇത് നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ് അതിൻ്റെ അകത്ത്. നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, ആ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള തുറന്ന മനസ്സും അത് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് അതുപോലെ ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് റിസൾട്ട് വരുള്ളൂ. പകുതിയായിട്ടുള്ളൊരു ഒരു ഇക്വേഷൻ അവിടെ വർക്ക് ചെയ്യില്ല, ഫുള്ളി ഇൻവോൾവ് ചെയ്യേണ്ടി വരും. എന്നെ ചോദിച്ച പോലെ പല ആംഗിളിലാണ് സാധാരണ ഇവർ ഈ കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ്സുകാർ മാനേജ്മെന്റ് കൺസൾട്ടൻസിനെ അല്ലെങ്കിൽ എക്സ്പേർട്ടിനെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ അപ്രോച്ച് ചെയ്യാറ്. ഞാൻ ആദ്യമൊക്കെ പറയാറുള്ള പോലെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആരുടെ ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് ശരി, കാരണം കണ്ടില്ലേ ബിസിനസ് വരുന്നു, ഞാൻ വിജയിക്കുന്നു, പ്രോഫിറ്റ് കൂടുന്നു എന്നുള്ളൊരു മോഡലിലായിരിക്കും വർക്ക് ചെയ്യുക. പക്ഷേ ഇതിൽ നിന്ന് മാറി ചിന്തിച്ച് ഞാൻ ആദ്യത്തെ ഇത് പറഞ്ഞ പോലെ നമ്മൾ ട്രെയിനിങ്, സ്പീച്ചുകൾ കേൾക്കുക, പിന്നെ കോൺഫറൻസിന് പോവുക, അല്ലെങ്കിൽ നല്ല ഇതൊക്കെ വായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ടോപ്പ് മാനേജ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഫീൽ ചെയ്യും ഇത് പോരാ, എന്തോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ അപാകതയുണ്ട് ഇവിടെ. കാര്യം പ്രോഫിറ്റ് ഉണ്ട്, ആയിരിക്കാം, എന്തൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്, അത് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഗ്രൂപ്പ് വരാം. രണ്ടാമത് ഒരു ഗ്രോത്ത് പ്ലാനിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ഇത്ര നാൾ ഓടി നല്ലൊരു ഐഡിയാസ് ഉണ്ട്, നമ്മൾ ഗ്രോത്ത് ഒരു ടൈപ്പ് വരുന്നുണ്ട്, ബിസിനസ് ടൈപ്പ് വരുന്നുണ്ട്, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത് വശമില്ലാത്തതുകൊണ്ട് വരും, അതായത് ഈ ഇത്രയൊക്കെ ഓടിച്ചു, ഇത്രയൊക്കെ നമ്മൾ നടത്തിയിട്ടും സംഭവം പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. ഫിനാൻസ് കുറവാണ്, ആൾക്കാർ കാര്യമില്ല, ക്രെഡിറ്റേഴ്സ് സപ്ലൈ ചെയ്യുന്നില്ല, എംപ്ലോയീസ് നല്ല പോകുന്നില്ല, റിസൈൻ ചെയ്ത് പോകുന്നു. അപ്പോഴത്തേക്കും വേറൊരു പ്രോഡക്റ്റ് ഇപ്പറേ ഇറങ്ങി, നമ്മൾ മേടിക്കാവുന്ന പൈസയൊക്കെ മേടിച്ചു, അവിടെ നിന്ന് എടുത്തു, ബാങ്കിൽ നിന്ന് എടുക്കാവുന്നൊക്കെ എടുത്തു. നമ്മൾ പരമാവധി ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും പൈസ കുറച്ച് വന്നാൽ നമ്മുടെ പ്രശ്നം തീരുമെന്നുള്ളത്, തൽക്കാലം തലവേദന മാറ്റുന്ന പോലെയുള്ളൊരു ഇഷ്യൂ ഉള്ളൂ അതിൻ്റെ അകത്ത്. കാരണം ഒരു കാർഡിയൽ ഇതിലേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ലോ. എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ് വരുന്നത്. അപ്പം നമുക്ക്, ഞാനും എൻ്റെ ടീമും നമ്മൾ പോകുമ്പോൾ ബേസിക്കലി ഇവരെ ആദ്യം മുതലേ പഠിക്കാണ്ട് നമുക്കൊരു വൺ ടൈം സൊല്യൂഷനൊന്നുമില്ല. ഇവിടെ പോയ അത് മാജിക്കൊന്നുമല്ല. ഇവിടെ പോയ ABCD ഇതെല്ലാം ഡിഫറെൻറ്റ് ഇഷ്യൂസാണ്, ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റാണ്, ഡിഫറെൻറ്റ് പ്രോഡക്റ്റാണ്, ഡിഫറെൻറ്റ് കൾച്ചറാണ്, ഡിഫറെൻറ്റ് കോമ്പറ്റീറ്റേഴ്സാണ്, ഡിഫറെൻറ്റ് മാർക്കറ്റാണ്. ഇതെല്ലാം ടോട്ടലി ഡിഫറെൻറ്റാണ്. ഒരു സെയിം ബിസിനസ് ആണെങ്കിൽ പോലും പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് പ്രോബ്ലംസ് കുറേ മാനേജ്മെൻറ്റ് ഇങ്ങോട്ട് പറയും, അല്ലെങ്കിൽ ഇന്നാണ് എൻ്റെ പ്രശ്നം, ഇതാണ് പ്രശ്നം. അത് നമുക്ക് കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ, കാരണം അത് അവരുടെ വ്യൂ ആണ്. നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്രോബ്ലം കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാറ്, നമുക്കിപ്പോൾ മാർക്കറ്റിലുള്ള ഇഷ്യൂസ്, പ്രൊഡക്ഷനുള്ള ഇഷ്യൂസ്, ഫിനാൻഷ്യലുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറിയുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ വേറെയുള്ള ചലഞ്ചസ് ഒരു സൈഡിൽ. പക്ഷേ ഇതെല്ലാം നടത്തുന്ന, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി മനുഷ്യർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യർ. അവരെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാറ്. കാരണം ഈ പ്രോബ്ലം ഡിഫൈൻ ചെയ്താലേ, കറക്റ്റ് പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് അതിൻ്റെ പെയിൻ പോയിന്റ് കണ്ടുപിടിച്ച് അതാണെന്ന് വീണ്ടും ഉറപ്പിച്ചതിന് ശേഷമേ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ മാനേജ്മെൻറ്റ് കാണുന്ന പ്രോബ്ലം ആയിരിക്കില്ല മറ്റേ പുറത്തുനിന്നുള്ള ഫൈനാൻസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ കാണുന്നത്, ഇതായിരിക്കില്ല എംപ്ലോയീസ് കാണുന്നത്, ഇവരായിരിക്കില്ല സപ്ലയേഴ്സ് കാണുന്നത്. പലരും പല വ്യൂസ് അവിടെ വരാം. പക്ഷേ പ്രോബ്ലം എന്തായാലും പ്രോബ്ലം ഉണ്ട്, അതെന്താണെന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ഏതാണ്ടൊക്കെ തോന്നും, പക്ഷെ അത് ഉറപ്പിക്കാണ്ട് നമ്മളത് അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ അത് അസ്ഥാനത്തായി പോകും. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇപ്പം ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും. അതിൻ്റെ ബേസിൽ നമ്മൾ ആദ്യം എംപ്ലോയീസിനെയാണ് സംസാരിക്കാറ്. അതിന് നമ്മളൊരു ടെക്നിക്കൽ ടേം നമുക്കുണ്ട്, ഒരു ഓർഗനൈസേഷണൽ സ്റ്റഡി നടത്തുന്നുണ്ട്. സ്റ്റഡി അതാണ് ഒരു സെറ്റപ്പ്. അതിന് ഒത്തിരി മീനിങ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് നോക്കുന്നത് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ടേം.
ഇത് എങ്ങനെ നടത്തണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കുറച്ച് മുമ്പ് ചോദിച്ച പോലെ എന്താണ് അതിൻ്റെ ഒരു റോഡ് മാപ്പ്, എന്താണ് ഒരു അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പോകുന്നത് ഓപ്പൺ മൈൻഡുമായിട്ടാണ് പോകുന്നത്. ഈവൻ ദോ കുറേ കാര്യങ്ങളൊക്കെ ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട്, മാനേജ്മെൻറ്റ് ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ കേട്ടുകേൾവി കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഒരു ഓപ്പൺ മൈൻഡുമായിട്ട് നമ്മൾ പോകുന്നു. എന്നിട്ട് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, ഒരു ഡെക്കോറത്തിൽ നമ്മളതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ഇരിക്കുന്നു. എന്നിട്ട് നമ്മൾ 2-3 കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അക്കോർഡിംഗ് ടു യു, ഇപ്പം നമ്മളിപ്പോൾ ടേൺ അറൗണ്ട് അല്ലെങ്കിൽ പ്രോബ്ലത്തിലുള്ളതാണെങ്കിൽ അത്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ എന്തോ ചേഞ്ച് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന ഗ്രൂപ്പാണെങ്കിൽ അത്, അങ്ങനെ എന്താണെങ്കിലും അവരെ ഡിപ്പെൻഡ് ചെയ്ത് എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ അക്കോർഡിംഗ് ടു യു. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയും. ഇനി മാനേജ്മെൻറ്റ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ, കീ ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ ഇവർ 2 പേരുടെയും 2-3 പേരുടെ വ്യൂസ് നമുക്ക് കിട്ടും. കാരണം ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ഇത് കിട്ടില്ല, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും. പിന്നെ ഇവർക്ക് 3 പേർക്കും തമ്മിലുള്ള ഇന്റർണൽ ഇഷ്യൂസ് ആവാം, അതും ഒരു കാരണമാവാം. പക്ഷെ നമുക്ക് ഒന്നിച്ച് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു കുറച്ച് സമയം ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെ ഫാക്റ്റും ഫിഗേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. എവിടെ നിൽക്കണം, എന്താണ് ഏകദേശം നമ്മുടെ എക്സ്പീരിയൻസിലൊരു ഇതും കൂടെ കൂടി ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഈ കമ്പനിയിലെ ടോപ്പ് ആൾക്കാർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവരെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വിളിക്കും. മാർക്കറ്റിംഗ്, HR, പ്രൊഡക്ഷൻ, ഫാക്ടറി, സെയിൽസ്, മാർക്കറ്റിംഗ്, എന്തൊക്കെയാണെങ്കിൽ അതിൻ്റെ ഹെഡ്സിനെ, ദോസ് ഹു ആർ ഇൻ ഫങ്ഷണൽ ലെവലിലുള്ളവർ നമ്മൾ 1-to-1 ആയിട്ട് വിളിക്കും. അവരുമായിട്ട് നമ്മൾ സംസാരിക്കും. നമ്മളൊരു വളരെ കോർഡിയൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. ഇതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ ഈ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിനോട് ഫസ്റ്റ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും, ആ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കരുത്, ഇതാരായിരിക്കും പറഞ്ഞതെന്ന് ചോദിക്കരുത്. അത് നിങ്ങൾ എന്ത് വന്നാലും ഞങ്ങളത് ഡിസ്ക്ലോസ് ചെയ്യില്ല. ആയിരിക്കും, പക്ഷെ ഡിസ്ക്ലോസ് ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ സർവേ ഫോംസ് കൊടുക്കും, അത് ആണെങ്കിൽ ഞങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കുകയുള്ളൂ. ഒരിക്കലും ഞങ്ങൾ വട്ടെവർ ഹാപ്പൻസ് ആ എംപ്ലോയിയുടെ പേരിലൂടെ വരില്ല. ഈ ഒരു കാര്യം നമ്മൾ എംപ്ലോയി ആയിട്ട് കോൺഫിഡൻഷ്യൽ എടുക്കും. അതായത് നിങ്ങൾ എന്തു പറഞ്ഞാലും ദാറ്റ് വിൽ ബി വിത്തിൻ us, വി ആർ പ്രൊഫഷണൽസ്, ഞങ്ങളിത് പോവില്ല, ഇതിൻ്റെ ഒരു സം ടോട്ടൽ ഒരു റിസൾട്ടേ നമ്മൾ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിക്കുമ്പോഴത്തേ അവർ കംഫർട്ടബിൾ ആവും. സാറിന് ഇതിൽ നമ്മൾ 10 to 15 minutes ആണ് ഒരാൾക്ക്, കാരണം ഒത്തിരി പേര് മീറ്റ് ചെയ്യാനുണ്ടാവും, ഒരു ദിവസം തന്നെ തീർക്കാൻ വേണം. പക്ഷേ പല കേസുകളിൽ ആദ്യം മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാർ അരമണിക്കൂർ കൂടുതൽ എടുക്കും, 40 മിനിറ്റ്. അവരെത്ര പറഞ്ഞിട്ടും എന്തുകൊണ്ടും ആയി കഴിയുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന, ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഉള്ളിൽ കിടന്ന ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മിസ്റ്റേക്സും തീർക്കണം. ഇതുകൊണ്ട് ഇങ്ങനെ എത്തി, ഇതുകൊണ്ട് ഇങ്ങനെ എത്തി, ഇതുകൊണ്ട് എത്തി, ഇങ്ങനെ എത്തി, ഇങ്ങനെ എത്തി, ഇങ്ങനെ എത്തി എന്ന് പറയും. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ ഐഡിയാസ് നമ്മൾ കൺസോൾഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4-5 പോയിന്റ്സിൽ അത് എത്തും. പക്ഷേ നമ്മളൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളിപ്പോൾ 20 വർഷമായി ഇവിടെ നിൽക്കണു, പോകുന്നു, നിങ്ങൾ ഇതിൻ്റെ ബെനിഫിഷ്യറി നിങ്ങൾ ഇതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്, നിങ്ങളോട് കൂടിയാണ് ഇത് വളർന്നു വന്നത്, നിങ്ങളുടെ ലൈഫിൻ്റെ നല്ലൊരു ഭാഗം ഇവിടെ ചെയ്തു കഴിഞ്ഞു, നിങ്ങളത് പോയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിൻ്റെ ആൻസർ സാറെ പറയാത്തതുകൊണ്ടല്ല, അത് ലിസൺ ചെയ്യില്ല, ലിസൺ ചെയ്ത് മനസ്സിലാക്കിയാൽ പോലും വേറെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ നടക്കില്ല, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് മാനേജേഴ്സിനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്രിറ്റിക്കൽ 4-5 പോയിന്റ്സ് കിട്ടും. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അക്കോർഡിംഗ് ടു ദം ദിസ് തിങ്. നമ്മൾ ഇതിൻ്റെ ഇനിയുള്ള സൊല്യൂഷനും ചോദിക്കും, അക്കോർഡിംഗ് ടു യു എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്കത് പെട്ടെന്ന് നമുക്കത് കൺസോൾഡേറ്റ് ചെയ്ത് ഇത് കിട്ടും. ദെൻ ഇവരെ മാത്രം മീറ്റ് ചെയ്താൽ പോരല്ലോ, നമുക്കൊരു ക്രോസ് സെക്ഷൻ ഓഫ് ദി പീപ്പിൾ ഇൻക്ലൂഡിങ് ഏറ്റവും ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ വരെ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നു കുറേ പേര്, ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്യും. പിന്നെ ഇവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരുടെ പേരും പൊസിഷനൊക്കെ കിട്ടും. കിങ് മേക്കേഴ്സ് അവിടെ ഉണ്ടെന്നുള്ളത് കിട്ടും. അതായത് പൊസിഷൻ വൈസ് അല്ലാണ്ട് നമ്മൾ അവരെയും പിക്ക് ചെയ്ത് അവരോട് സംസാരിക്കും. ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനും ഒരു ക്രോസ് ആയിട്ട് സംസാരിക്കും. ഒരു 10-20 പേരോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അല്ല ഈ പറഞ്ഞ പോയിന്റ്സ് 4-5 മിസ്റ്റേക്സ് ആണ് അവിടെ പറ്റിയിരിക്കുന്നത്. ഇത്രയും സൊല്യൂഷൻസ് ആണ് അക്കോർഡിംഗ് ടു ദം. അപ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ടേൺ അറൗണ്ടിലേക്കോ റീസ്ട്രക്ചറിലേക്കോ പോകുമ്പോൾ 20 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലേക്ക് വരുവാണ്.
കാരണം അവർ ഓപ്പൺ അപ്പ് ചെയ്ത സംഭവങ്ങൾ. ഇതനുസരിച്ചിട്ടുള്ള ഒത്തിരി ഫാക്ടേഴ്സ് നോക്കിയിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ എംപ്ലോയീസിനെ തന്നെയാണ് നമ്മൾ ഇവരെ കൊണ്ട് തന്നെയാണ് നമ്മളിത് കറക്റ്റ് ചെയ്യിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് സമ്മറി വിൽ ഡിസ്കസ് വിത്ത് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതും തമ്മിൽ കുറേ മിസ്മാച്ചുകൾ ഇവിടെ കിടക്കുന്നുണ്ടാവും. മാനേജ്മെൻറ്റ് ബേസിക്കലി ഇതിൻ്റെ ഒരു ഇത് ഇപ്പം നേരെപാടിന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെങ്കിൽ പോലും ഇതിൻ്റെ ഓർഗനൈസേഷൻ സ്റ്റഡിയുടെ ഞാൻ ഇത് എൻ്റെ റൂട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഇത് പറയുക, കാരണം അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വെച്ചാണ് അത് തിയറി പറയാണ്ട് പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞത്. ഇതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. എന്താണ് മാനേജ്മെൻറ്റ് ഈ കമ്പനിയെ പറ്റി ധരിച്ചിരിക്കുന്നത്, എന്താണ് എംപ്ലോയി കമ്പനിയെ പറ്റി ധരിച്ചിരിക്കുന്നത്, എന്താണ് മാനേജ്മെൻറ്റ് എംപ്ലോയീസിനെ പറ്റി ധരിച്ചിരിക്കുന്നത്, എന്താണ് ഈ എംപ്ലോയി എന്താണ് ധരിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഇംപ്രഷൻ, എന്തൊക്കെയാണ് ധാരണ, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സെറ്റപ്പ്, അവിടുത്തെ വാല്യൂ സിസ്റ്റം, അവിടുത്തെ മിസ്റ്റേക്സ്, അവിടെ അവർ കാണാത്ത കാര്യങ്ങൾ ഇത്രയും എല്ലാം പുറത്തു വരും. ഇതിൻ്റെ ബേസിലാണ് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത്, അതായത് നമുക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാണ്ട് ഇവരിലൂടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെ കോൺഫിഡൻസിലെടുത്തിട്ട് ഇവർ വഴി തന്നെ ആണ് നമ്മുടെ പ്രൊഫഷണൽ നോളജ് ഈ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു, അത് റീകൺഫേം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അഡ്രസ് ചെയ്യുമ്പോൾ ഷുവറായിരിക്കും പിന്നെ റിസൾട്ട് വരും എന്നുള്ളത്. അങ്ങനെയാണ് ഇതൊരു പ്രോസസ്സാണ്, പെട്ടെന്ന് നടക്കില്ല. അത് അതിൻ്റേതായ ടൈം, കാരണം വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ ഒത്തിരി. നമുക്ക് ഫിനാൻസിയേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് കാണും. 20 വർഷത്തെ ഇവരുടെ ഒരു സിസ്റ്റമാണ് നമ്മൾ സിസ്റ്റമാണ്. അപ്പോൾ ഇവരെല്ലാം പിന്നെ വിൻ വിൻ സിറ്റുവേഷനിലെ ലൂപ്പിൽ നിർത്തിക്കൊണ്ട് എല്ലാവരെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട്, എന്നാൽ സാധാരണഗതിയിൽ 3 to 6 മന്തിൽ ഈ കമ്പനിയുടെ ഇതൊരു ഇതിലേക്ക് റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ടേൺ അറൗണ്ട് ആവശ്യമുള്ള കമ്പനിയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി ഇവർക്ക് വേണ്ട മാറ്റങ്ങളെല്ലാം പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് നിങ്ങളുടെ ടീം തിരിച്ചു പോരുവാണോ ചെയ്യുന്നത്, അതോ മാറ്റങ്ങൾ മുഴുവൻ നടത്തി? അങ്ങനെയാണെങ്കിൽ അവർക്ക് യൂട്യൂബ് നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അത് എൻ്റെ റിസൾട്ടാണ് നമ്മുടെ അതിൻ്റെ USP. അവിടെ എന്ത് നടക്കണോ ആ എൻഡ് പോയിന്റിൽ എത്തിക്കണ വരെ ഞങ്ങൾ ഹാൻഡ് ഹോൾഡ് ചെയ്യും. പക്ഷേ ഇത് ചെയ്യുന്നത് എംപ്ലോയീസ് ആയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ വിഡ്രോ 6 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും അവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ സമയം എന്നെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മിക്കവാറും മാനേജ്മെൻറ്റുമായിട്ട് മീറ്റിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ മെയിൻ എഫേർട്ട് ഇവരെ പിന്നെയും കറക്റ്റ് ചെയ്യാം. മറ്റത് ഇറ്റ് ഈസ് എ വെരി ഹെർക്കുലിയൻ ടാസ്ക്. പ്ലസ് അത് ആ ഒരു കാരണം ഈ കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് അവിടെ കറക്റ്റ് ചെയ്ത്, ഇപ്പോൾ ചില കേസുകളിൽ നല്ലൊരു പ്രൊഫഷണൽ CEOനെയും ജനറൽ മാനേജരെയൊക്കെ കൊണ്ടുവന്ന് സോ ദാറ്റ് ഈ എംപ്ലോയീസും ഈ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡെയിലി ഇൻട്രാക്ഷൻ കേസ് ടു കേസ്, ചില കേസുകൾ ചില സമയത്ത് അത് ആവശ്യം വരും. അപ്പോഴും ഈ പ്രൊഫഷണൽ വർക്കിംഗ് അവിടെ നടക്കും, അവിടെ നിന്ന് കീഴോട്ട് വർക്കിംഗ് നടക്കും. അപ്പോഴത്തേക്ക് ഇവരും കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ തിങ്സ് അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ഇൻവോൾവഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം എത്ര കമ്പനീസിനെ ചെയ്യാൻ പറ്റും? അല്ല, ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പ്രൊഫഷണൽ ആൾക്കാരല്ലേ ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് മോണിറ്റർ ചെയ്യുകയാണ്. അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഡെയിലി അവിടെ പോകണമെന്ന് പോലും ഇല്ല. നമ്മൾ ഇപ്പോഴത്തെ സിസ്റ്റം വെച്ചിട്ട് ഈവൻ ഫോറിൻ കൺട്രീസിലുള്ള സ്ഥലത്ത് വരെ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് ഈ ട്രെയിനേഴ്സിനെയും ഒരുപാട് ഇതുപോലെ മാനേജ്മെന്റ് കൺസൾട്ട്, അപ്പോൾ ഇവരെല്ലാവരും തന്നെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ പ്രാക്ടിക്കലി നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ സെൻസിലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഞങ്ങൾ ഷായിച്ചേട്ടനെ ഞാനിപ്പോൾ എൻ്റെ ഇന്റർവ്യൂ തന്നെ ആദ്യം പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞിട്ടാണ് തിയറി പറഞ്ഞത്. അപ്പം നമ്മൾ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് തിയറി അതായിരുന്നു എന്ന് നോക്കണം. ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു സാധനം 5 വർഷം കൂടി ഒരു എംപ്ലോയിക്ക് ഉണ്ട്, പക്ഷെ ആള് അവിടെ കമ്പനിക്ക് ആവശ്യമില്ലെങ്കിൽ 5 വർഷത്തെ സാലറി സെറ്റിൽ ചെയ്ത് പുള്ളിയെ പറഞ്ഞു വിടണമെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പെട്ടെന്ന് ഒരു മാനേജ്മെന്റ് തയ്യാറാവില്ല. കാരണം അവരതിന്റെ പോസിറ്റീവ്സിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി 5 വർഷത്തെ സാലറി ഒരുമിച്ച് കൊടുത്ത് പിന്നെ പുള്ളിനെ പണിയെടുപ്പിക്കാതെ വീട്ടിലിരുത്തണ്ടേ എന്നാണ്. നമുക്ക് കുറച്ച് ലോങ് ടേം വിഷൻ ഉണ്ടെങ്കിൽ ഇത് കിട്ടുള്ളൂ. ഇത് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടത്തെ എംപ്ലോയീസ് ആരെങ്കിലും അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ എന്തിനാ ഇത് ജോലി ചെയ്യാണ്ട് സാലറി കൊടുക്കും. പക്ഷെ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഒന്നാമത് ഈ മനുഷ്യൻ്റെ ജീവിതം ഹൂവർ മേ ബി കളഞ്ഞതാണ്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് വിടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് നോട്ട് ഗുഡ് ഫോർ ദി ഓർഗനൈസേഷൻ ലോങ് ടേം. 1 2 അവർക്കൊരു സെക്കൻഡ്, ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് പ്രൊഫഷണൽ അവർ പൊക്കോളൂ. പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി
ഇതിന്റെ 150 1/3 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ജെൻ ആൾക്കാരെ കിട്ടും. അതെ അതെ ഇരട്ടി പ്രൊഡക്ടിവിറ്റി വരും. കാരണം ഇത്ര സീനിയേഴ്സ് നമുക്ക് ആവശ്യമില്ലല്ലോ. അതെ അതെ. അപ്പൊ ഈ പ്രാക്ടിക്കൽ സെൻസ് ഭയങ്കരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇത് നമുക്ക് ബൈ ഫിഗേഴ്സ് കാണിച്ചു കൊടുക്കാൻ പറ്റും. കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അതിൽ എത്രയോ ഇന്നോവേറ്റീവ് ആൾക്കാരെ നമുക്ക് കിട്ടണേ. സെയിം സാലറി നമുക്ക് രണ്ടുപേരെ ചിലപ്പോൾ ഹയർ അറിയാൻ പറ്റും. അവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണുന്നില്ലേ. അതെ, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. എനിക്ക് വേറെ 1-2 എക്സാമ്പിൾസ് പറയുന്നുണ്ട്, അത് പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. കാരണം അത് ഓർഗനൈസേഷണൽ സ്റ്റഡി എന്ന് പറയുന്നത് ആദ്യം പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, എക്സിറ്റ് ഇന്റർവ്യൂ. അതുപോലെ ഓർഗനൈസേഷണൽ സ്റ്റഡി ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഓൺടർപ്രണേഴ്സിന് ഫ്യൂച്ചറിൽ വളരണമെന്ന് ആഗ്രഹമുള്ള, ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിഷണറി ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള വിഷൻസ് ഉള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പം നമ്മളിപ്പോഴും സംസ്കൃതി ചുമ്മാ വെറുതെ പോകുന്ന കമ്പനീസ് പോലും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ അവരെ സംബന്ധിച്ച് എന്താ നഷ്ടം? എവിടെയെങ്കിലും മിസ്ഫയർ ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ ഒരു വഴിയാണ്. ഒരു കുഴപ്പമില്ലാന്ന് വെച്ചോ, അപ്പാരന്റ്ലി പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നല്ല മാനേജ്മെന്റുകൾ ഇതും ട്രൈ ചെയ്യും. എവിടെയെങ്കിലും മിസ്റ്റേക്സ് ചോദിക്കുന്നുണ്ടോ, നമ്മുടെ വ്യൂ ആണോ എംപ്ലോയീസിന്, എല്ലാവരുടെയും വ്യൂ ഒരുപോലെ വന്നാലേ കമ്പനിക്ക് വളരാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും മിസ്മാച്ച് ഉണ്ടോ, ഞാനിതിൽ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്ന വൈബ്രന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ്സ് ഉണ്ട്. അവർ ചെക്ക് ചെയ്യാണ് ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ ആർ വി കറക്റ്റ്, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ ഇൻ ഓൾ ആസ്പെക്ട്സ്. അങ്ങനെ ഒരു ജനറേഷനും അങ്ങനെ ഒരു ഗ്രൂപ്പും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പുതിയതായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഈ ഓർഗനൈസേഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അതും എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ, ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് കൂടി വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാലും മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.